നമസ്കാരം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പവിത്രഭൂമിയായ കേരളത്തിൽ അന്ധമായ രാഷ്ട്രീയ വിരോധത്താലും ഹിന്ദു വിരോധത്താലും കേരള സർക്കാരും പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന ബുദ്ധിജീവികളും മഹാകുംഭമേളയിൽ നിന്നും അകന്നു നിന്നപ്പോഴും പരിഹസിക്കുമ്പോഴും കാലത്തിന്റെ കാവ്യനീതി പോലെ ഈശ്വര നിയോഗം പോലെ ഇതേ കേരളത്തിൽ നിന്ന് ഒരു സന്യാസി മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായി. പ്രത്യയശാസ്ത്രങ്ങൾ കാലഹരണപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വിഡ്ഢിത്തത്തെ തിരിച്ചറിഞ്ഞ് അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആദിശങ്കരന്റെ മണ്ണിൽ നിന്നു തന്നെ ഒരു മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം ഭാരതി അഖാഡകളിൽ ഏറ്റവും വലിയ അഖാഡയായ ജുന അഖാഡയുടെ മണ്ഡലേശ്വർ എന്ന പദവിയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം ഭാരതിക്ക് മാർച്ച് 19 തൃശ്ശൂരിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ മഹത്തായ തുടക്കം വരും നാളുകളിൽ കേരളത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആധ്യാത്മികപരമായ മാറ്റത്തിന്റെ ശംഖനാദമാകും. ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ഒരു കൈയിൽ ജപമാലയും മറുകൈയിൽ ആയുധവും ഏന്തിയവരാണ് അഖാഡകളിലെ സന്യാസിവര്യർ. അധർമ്മികളുടെ കരങ്ങളിൽ ആണ്ടുപോയ കേരള സമൂഹത്തെ നേർവഴിക്ക് നയിക്കുവാൻ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് കേരളത്തിൽ എത്തുകയാണ്. പ്രയാഗ്രാജ് കുംഭമേളയിൽ വെച്ച് അദ്ദേഹത്തെ മഹാമണ്ഡലേശ്വരായി അഭിഷേകം ചെയ്തിരുന്നു. ഒരു സന്യാസിക്ക് കേരളത്തിൽ എന്താണ് ചെയ്യാനുള്ളത് എന്ന ചോദ്യം പലരുടെയും മുമ്പിൽ ഉയരുന്നുണ്ടാകാം. അതിന് ഒറ്റ വാചകത്തിലല്ല ഉത്തരം. കേരളത്തിലെ മിക്ക ക്ഷേത്രവും ഓരോ മഹർഷിയുടെ അല്ലെങ്കിൽ സന്യാസിയുടെ തപസ്സിൽ നിന്നും ഉണ്ടായതോ അവരുടെ ജീവൽ സമാധിയിൽ നിന്നും ഉയർത്തപ്പെട്ടതോ ആണ്. ആമലക മഹർഷിയാണ് ശ്രീ വില്വാദ്രിനാഥന്റെ കാരണക്കാരൻ എന്ന് മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തിരുവല്ലാമല എന്ന നഗരവും അതിനെ ചുറ്റിപ്പറ്റി ഒരു സമൂഹവും ഉണ്ടായി വരുന്നത് പിന്നീടാണ്. പുരുമഹർഷി പെരുവനത്തിനും പരാശര മുനി പരക്കാടിനും കാരണക്കാരനായതുപോലെ ഓരോ സ്ഥലത്തിന്റെ പ്രശസ്തിയും അവിടുത്തെ സാമൂഹിക ജീവിതവും ഉരുത്തിരിഞ്ഞത് ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ഭോഗർ മഹർഷി പഴനിമല ക്ഷേത്രത്തിന് കാരണമായ പോലെ ഏത് സമൂഹത്തിനും ഏതൊരു സംസ്കാരത്തിനും പുറകിൽ ഒരു ക്ഷേത്രവും ആ മഹാക്ഷേത്രത്തിന് പുറകിൽ ഒരു പുണ്യജന്മവും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ സനാതന സംസ്കാരത്തിനും ക്ഷേത്രത്തിനും ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആചാരാനുഷ്ഠാനങ്ങൾക്കും നേരെ ആക്രമണവും അവഹേളനവും ഉണ്ടായാൽ അത് ഒരു സമൂഹത്തെ ആകമാനം ബാധിക്കും എന്നുറപ്പ്. ക്ഷേത്രസങ്കല്പം ജീർണിച്ചാൽ സമൂഹം ജീർണിച്ചാൽ സമൂഹത്തിലെ ഓരോ അംഗങ്ങളും അധപതനത്തിന് പാത്രീഭവിക്കുകയും ചെയ്യും. ഇവിടെയാണ് യുഗപുരുഷന്മാർക്കും ഗുരുക്കന്മാർക്കും അവതാര പുരുഷന്മാർക്കും പ്രാധാന്യം വരുന്നത്. തുഞ്ചത്തെഴുത്തച്ഛനും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ചിന്മയാനന്ദ സ്വാമികളും അമൃതാനന്ദമയി ദേവിയും അതാത് കാലങ്ങളിൽ സമൂഹത്തിൽ ഇടപെട്ട് നല്ലതിനെ തിരിച്ചറിയാൻ ഒരു സമൂഹത്തിനെ പഠിപ്പിച്ചതുപോലെ ശ്രീ ആനന്ദവനം ഭാരതിയും വളരെ ഫലപ്രദമായി സമൂഹത്തിലെ ജീർണതകളിൽ ഇടപെടുമെന്ന് കരുതാം. അപ്രകാരം ആയിത്തീരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ജാതി എന്നത് ഇല്ലാത്തവനാണ് സന്യാസി. സ്ത്രീ പുരുഷ ഭേദമില്ലാത്തതാണ് സന്യാസിയുടെ ഭാവം. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പ്രായഭേദങ്ങളില്ലാതെ സകല ജീവജാലങ്ങൾക്കും നല്ലതു വരാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് സ്വാമി ആനന്ദവനം ഭാരതി നേതൃത്വം നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. ശങ്കരാചാര്യരുടെ ജന്മദേശമായ കേരളത്തിൽ നിന്നും ഇപ്രകാരം ഒരാൾ തെളിഞ്ഞു വരുന്നത് വെറുതെയാവില്ല എന്നും കരുതുന്നു. ഭാരതത്തിലെ മണ്ണുകളിൽ ശ്രേഷ്ഠമായ മണ്ണാണ് കേരളത്തിലേതെന്നാണ് കേട്ടിട്ടുള്ളത്. ആ പുനഃസൃഷ്ടിക്കായി നിയോഗിക്കപ്പെട്ട പുണ്യാത്മാവാകട്ടെ സ്വാമി ആനന്ദവനം ഭാരതി. ഗൃഹസ്ഥനെ ധർമ്മം ഓർമ്മിപ്പിക്കുവാൻ വന്നവരെ ധർമ്മക്കാരൻ എന്ന് വിശേഷിപ്പിച്ച് അവരെ ആദരിച്ചിരുത്തി അന്നവും വസ്ത്രവും ദ്രവ്യവും ഭിക്ഷയായി നൽകിയിരുന്ന ഒരു കേരളത്തെ മദ്യത്തിലും മയക്കുമരുന്നിലും ലൈംഗിക അരാജകത്വത്തിലും മുക്കിയവർ ചെയ്ത പാപത്തിന് പരിഹാരം തേടിക്കൊണ്ട് ഈ ധർമ്മക്കാരെ ഭിക്ഷക്കാർ എന്ന് വിളിച്ചപമാനിച്ച പാപത്തിന് പരിഹാരമായിക്കൊണ്ട് ഈ മഹാമണ്ഡലേശ്വരനെ കേരള സമൂഹം സ്വീകരിച്ച് നമസ്കരിക്കട്ടെ. ഈ നാടിനെ ബാധിച്ച ഗുരുശാപം, പിതൃശാപം, യതിശാപം എന്നിവയിൽ നിന്നും ഈ നാടിനെ മോചിപ്പിച്ച് മലയാളികളുടെ സമസ്ത പരമ്പരകൾക്കും ധർമ്മത്തിൻ്റെതായ വഴി കാണിച്ചു തരണമേ ജഗദീശ്വര എന്നതു മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന.